വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ വാർത്തകളില്ലാത്ത ഒരു ദിവസം പോലും കടന്നുപോകുന്നില്ല എന്നതാണ് ഈ അടുത്ത കാലത്തായി നമ്മുടെ കേരളത്തിലെ കാഴ്ച. ഇന്ന് പുലർച്ചെ പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒരു കടുവ കൊലപ്പെടുത്തിയത് ഒരു പശുക്കിടാവിനെ. പാൽ കറന്നിരുന്ന വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. സ്റ്റോറിയിലേക്ക്. താന്നിത്തെരുവിൽ വീടിനോട് ചേർന്നുള്ള തൊഴുത്തിന് പുറത്തു കെട്ടിയിരുന്ന പശുക്കിടാവിനെയാണ് കടുവ കടിച്ചു കൊന്നത്. പുൽപ്പള്ളിയിലും മുള്ളംകൊല്ലിയിലും വയനാടിന്റെ മറ്റു പ്രദേശങ്ങളിലെന്ന പോലെ കടുവ ആശങ്ക ഏറുകയാണ്. സമയം രാവിലെ 4:30. താഴത്തെടുത്ത് ശോശാമയുടെ മകനും ഭാര്യയും ചേർന്ന് തൊഴുത്തിൽ പശുക്കളെ കറക്കുകയായിരുന്നു. കിടാവിനെ കെട്ടിയിരുന്നത് പുറത്താണ്. ഇതിനിടയിലാണ് കടുവയെത്തി കിടാവിനെ കൊന്നത്. വീട്ടുകാർ ബഹളം വച്ചതോടെ കടുവ പിൻവാങ്ങി തോട്ടത്തിലേക്ക് കയറി. 4:45 വൈഫ് പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒച്ചപ്പാട് കേട്ടാണ് ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ചത്ത് കിടക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു കൂട് സ്ഥാപിക്കണം. കടുവയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് വീട്ടുകാർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രദേശത്ത് തെരച്ചിൽ നടത്തി. കടുവയാണ് പശുവിനെ കൊന്നതെന്ന് സ്ഥിരീകരിച്ചു. നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിച്ചു. പ്രദേശത്ത് പെട്രോളിംഗ് നടത്തും. നഷ്ടപരിഹാര തുക വേഗത്തിലാക്കുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പ്. അതേസമയം പശുവിന്റെ ജഡം ഉള്ളതിനാൽ കടുവയ്ക്കായി കൂട് സ്ഥാപിക്കണമെന്നായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ചെതലയം റേഞ്ച് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നാട്ടുകാരെ സംരക്ഷിക്കൂ. ഈ വിഷയത്തിന് പരിഹാരം കാണാതെ കൂടുവെക്കുക എന്നുള്ള തീരുമാനം ഇവിടുന്ന് CCF-ന് ഒരു മെയിൽ അയക്കുകയും അവിടുന്ന് അത് കൈകാര്യം ചെയ്യാവുന്നുള്ളൂ. വനനിയമങ്ങളിൽ ഇപ്പോൾ പെട്ടെന്നൊരു മാറ്റം വരുത്തി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൂടുവെക്കാന്ന് മാത്രം, വെടിവെക്കാന്നല്ലോ ആവശ്യപ്പെടുന്നു. അപ്പോൾ കൂട് വെച്ചേ മതിയാവുന്നു. കാർഷിക മേഖലയാണ് മുള്ളംകൊല്ലിയും പുൽപ്പള്ളിയും. ആളുകൾ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുകയാണ്. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ വനം വകുപ്പ് തയ്യാറാകണമെന്നാണ് ഉയരുന്ന ആവശ്യം. പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഉണ്ണിപ്പിള്ളയുടെ ഒരു യൂട്യൂബ് സന്ദേശം വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, എല്ലാ ചാനലുകാരും പറയും ഞങ്ങളാണ് ഇത് ആദ്യം കൊടുത്തത്, ഞങ്ങളുടെ ഇമ്പാക്ട് എന്ന്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല. 24 ചെയ്യാത്ത ഒരു കാര്യം അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ഒരു കാര്യവും ഞങ്ങൾ പറയാറില്ല. മാത്രമല്ല അങ്ങനെ പറയരുത് എന്നത് ഞങ്ങളുടെ ഔദ്യോഗിക നയം കൂടിയാണെന്ന് ഉണ്ണിപ്പിള്ള മനസ്സിലാക്കുക. ഉണ്ണിപ്പിള്ളേ, എന്തെങ്കിലുമൊക്കെ കാര്യം അറിഞ്ഞിട്ട് വേണം പ്രതികരിക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ പ്രതികരണത്തിലേക്കാണ്. കാടിറങ്ങുന്ന വന്യജീവികൾ എന്നും മനുഷ്യർക്ക് വെല്ലുവിളിയാണ്. പ്രത്യേകിച്ചും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന കരടിയും ആനയും കടുവയെല്ലാം ഇപ്പോൾ ജനങ്ങളുടെ സ്വൈരജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. പ്രത്യേകിച്ചും അതിർത്തിയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരം വാർത്തകൾ ഓരോ ദിവസവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്യജീവി ആക്രമണത്തിൽ നിസ്സഹായരായി പോകുന്ന വയനാട്ടിലെ കർഷകരോട് ചോദിച്ചപ്പോൾ അവർക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. കടുവയുടെ ആക്രമണം മൂലം പാവപ്പെട്ട കർഷകന്റെ വളർത്തുമൃഗങ്ങളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി തിന്നുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ഉദ്യോഗസ്ഥന്മാർക്കിടയിലായാലും ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ ഇടയിലായാൽ പോലും യാതൊരു തീരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക. കാര്യമായിട്ട് വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ കിടാവാണ്. ഇതുവരെ കൂട്ടിൽ ഇതുപോലെ ഒരു നല്ലൊരു അച്ചപ്പൻ്റെ കിടാവ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കാര്യമായിട്ട് നോക്കി വന്നാണ് അവളെയാണ് കൊന്നിട്ട് വെച്ച് പോയത്. 4:45 ഈ സംഭവം നടക്കുന്നത്. ഞങ്ങൾ കാർച്ച കേട്ടപ്പോൾ തന്നെ ഓടി വന്നപ്പോൾ തന്നെ ഇട്ടേച്ച് പോയി. ജീവനെ പേടിച്ചിട്ട് എങ്ങനെ പശുവിനെ കറക്കും? വനം വകുപ്പ് എത്രയും പെട്ടെന്ന് ഇടപെട്ട് സത്വര നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട് വെച്ച് കടുവയെ പിടിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെ ഇവിടെ ഏർപ്പെടുത്തണം. പിന്നെ റോഡുകളിലൂടെ ലൈറ്റുകൾ ഉൾപ്പെടെ ഇട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നതിനാവശ്യമായ നിലപാടുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.